മോസ് നന്ദോടെ കല്യാണം കഴിഞ്ഞിട്ടില്ല കേട്ടോ? അതിന് നമുക്കെന്താ, നമ്മളൊന്നും മിണ്ടാ ഒന്നും വേണ്ട. സുഖായി ഉറങ്ങിയോ അതോ ഇന്നലത്തെ പ്രശ്നങ്ങൾ കണ്ട് ദേഷ്യം പിടിച്ചോ? എന്തേ? അത് തന്നെ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. എന്തേ ഞങ്ങളിവിടെ കത്തെഴുതി തിരികെ വിളിച്ചതും ഇവിടെ കിടക്കാൻ നിർബന്ധിച്ചൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അല്ല, എന്താ ആങ്ങളപങ്ങള് പ്രശ്നം? അതൊക്കെ ഞാൻ പറയാം പിന്നീട്. മതി, പക്ഷെ ആ പിന്നീട് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനി ബാക്കിയെല്ലാം. ടെസി, വാ പോവാം. നിക്ക്. ചില കാര്യങ്ങളൊക്കെ സമയവും സന്ദർഭം നോക്കിയേ പറയാൻ കഴിയൂ. പറയാനുള്ള മനസ്സ് എനിക്കും ഉണ്ടാവണം, കേൾക്കാനുള്ള മനസ്സ് നിങ്ങൾക്കും ഉണ്ടാവണം. അതുവരെ ഒന്ന് ക്ഷമിക്ക്. ഞാൻ പറഞ്ഞിട്ടേ നിങ്ങൾ ഇവിടുന്ന് പോവാവൂ. അതെന്റെ ഒരു ആവശ്യമാണ്. നിങ്ങൾ എനിക്ക് ചെയ്തു തരുന്ന വലിയൊരു ഉപകാരം ഒന്ന് പറഞ്ഞു കൊടുക്ക്. എന്നിട്ട് വേഗം കുളിച്ച് റെഡിയാവും. ഞാൻ വേഗം ഭക്ഷണത്തിനുള്ള ഏർപ്പാടൊക്കെ ഉണ്ടാക്കാം. എന്താ ചെയ്യാ? പോണോ? പോണെന്ന് എനിക്ക് നോക്കട്ടെ. ഇതിലൊന്നും തൊട്ടെ. എന്നിട്ട് മോതിര കയ്യിലാണെങ്കിൽ വെക്കും, ഇല്ലെങ്കിൽ പോ. അപ്പൊ നമ്മളിവിടെ നിൽക്കും. അവരിറക്കി വിടുമ്പോഴേ നമ്മൾ ഇനി ഇവിടുന്ന് പോകുന്നുള്ളൂ. അതല്ലേ എന്റെ ശരി? എന്നെങ്കിലും ഇവിടുന്ന് പോണോന്ന് തോന്നിയാൽ ഞാനിത് ടെസ്സിയെ കാണിക്കും. അപ്പൊ ഒരക്ഷരം മിണ്ടാതെ എന്റെ പുറകെ ഇങ്ങനെ പോന്നേക്കണം. അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യല്ലേ. പതിവ് പോലെ ഇന്നലെയും അർദ്ധരാത്രി 1 മണിയോടെ സർവീട്ടിലെത്തി. മാഡത്തിന് ഗസ്റ്റുകളുണ്ടെന്ന് പറഞ്ഞപ്പോൾ ദേഷ്യപ്പെടുകയും അവരെ ഉണർത്തി ശകാരിച്ച് ഇറങ്ങിപ്പോകാൻ പറയുകയും കേൾക്കാതെ വന്നപ്പോൾ പിടിച്ചു തള്ളുകയും ചെയ്തു. അവര് പോയോ? ഇല്ല സർ. രാവിലെ എന്തൊക്കെ നടന്നു? അവരെ മാഡം നിർബന്ധിച്ച് പിടിച്ച് നിർത്തിയിരിക്കുകയാണ് സാർ. പിന്നെ ടോയ്ലറ്റും ക്ലോസറ്റും ഒന്നും ശീലിച്ചിട്ടില്ലാത്തതുകൊണ്ടാണെന്ന് അനുമാനിക്കാം ആ കുട്ടി വെളിക്കിറങ്ങിയത് മിറ്റത്താണ്. അയാളോ? നേരം വെളുക്കുന്നതിന് മുമ്പ് ഒരു മരത്തിലേക്ക് വലിഞ്ഞു കയറുന്നത് കണ്ടു. എന്തിന്? ഇരുട്ടായതുകൊണ്ട് കാണാൻ കഴിഞ്ഞില്ല സാർ. അയാളെ ഞാൻ വിളിക്കുന്നെന്ന് പറ. അയാളെ മാത്രം. ഞങ്ങൾ പുറത്തേക്ക് പോവാ. അവർക്ക് കുറച്ച് ഷോപ്പിംഗ് കൂടെ ബാക്കിയുണ്ട്. ഞങ്ങൾ പോയിട്ട് തിരികെ വരും. വാ. യെസ് സർ, അയാളെ കുറിച്ച് അന്വേഷിച്ചു. ക്രിമിനൽ ലിസ്റ്റ് ഒന്നും പെട്ട ആളല്ല, ഒരു ചെറുകിട കള്ളൻ. മാഡത്തിനുള്ള ടൈറ്റ് സെക്യൂരിറ്റി തന്നെയാണ് സാർ. കൊച്ചന്റെ 800 അവന്റെ കയ്യിൽ. വാ എന്ത് ഭംഗിയാ. നല്ല പാന്റ് ഷർട്ടും. ഇവിടെ വിളിക്കാം. എവിടെ നിന്ന് ഒപ്പിച്ചത് അവനെ കിളി പോലത്തെ പെണ്ണിനെ? അതാ ഞാനും ആലോചിക്കുന്നേ. സോറി. അയ്യോ, ഇനി വൈഫായിരിക്കോ? ഒലക്ക വൈഫ്. ഏതോ നല്ല കുടുംബത്തിലെ പെണ്ണിനെ തട്ടിക്കൊണ്ട് വന്നിരിക്കുക കള്ളൻ. എന്താ? ഞാൻ ആദ്യം വിചാരിച്ചു നമ്മളെ ആരോ ശ്രദ്ധിക്കുകയാണെന്ന്. പിന്നീടല്ലേ മനസ്സിലായത് പ്രതിമയാണെന്ന്. എവിടെ? ദോ മണ്ടന്മാര് പുറത്ത് വെക്കേണ്ട പ്രതിമ എടുത്ത് അകത്ത് വെച്ചിരിക്കുക. അത് വിട് കുഞ്ഞുണ്ണി. ഉടനെ അച്ഛന്മാരെ ഫോണിൽ വിളിച്ച് വേഗം വരാൻ പറ. അവരും കൂടി വേണം, അല്ലെങ്കിൽ അവൻ ഉഴപ്പിക്കളയും. ചെല്ലി. അയാളെ നിങ്ങളുമായുള്ള ബന്ധം എന്തുവാ? അയാളെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം പറയൂ. എന്ത് വിവരങ്ങള്? ആരാണ് അയാൾ, എന്താണ് അയാൾ? മുഖ്യമായും എന്റെ മുതലാളിയുടെ പെങ്ങള് അയാളെ കൊണ്ട് നടക്കുന്നത് എന്തിനാന്ന് അറിയണം. ഓ, മുതലാളിയുടെ പെങ്ങളാണോ? എന്നാ പെങ്ങളും തീർന്നു മുതലാളിയും തീർന്നു, കുറച്ച് താരം തീരും. നമുക്ക് വെളിയിൽ പോയി വിശദമായി സംസാരിക്കാം. നമുക്കിത് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യാം. കുഞ്ഞുണ്ണി, അച്ഛന്മാരുടെ കാര്യം എന്തായി? വിളിച്ചു പറഞ്ഞു, ഇപ്പൊ അവരിങ്ങെത്തും. അപ്പൊ അതൊക്കെ എടോ, മുതലാളിയുടെ പെങ്ങൾ അവന്റെ പിടിയിൽ നിന്നും പറിച്ച് തിരിച്ചെന്നാ മതിയല്ലോ. കുഞ്ഞുണ്ണി,
അവന്റെ തനിനിറം അച്ഛന്മാരുടെ മുമ്പിൽ വെച്ച് തുറക്കുന്നത് ആ പെങ്ങള് കാണുകയും കേൾക്കുകയും വേണം. അവന്റെ ഓരോ നാറിത്തരവും എടുത്തെടുത്ത് പറഞ്ഞ ആ പെണ്ണ് അവനെ കണ്ടാൽ അറയ്ക്കുന്ന പരുവത്തിലാക്കി തരാം. അതിന് എനിക്ക് കമ്മീഷൻ. കമ്മീഷന്റെ കാര്യം ഞാൻ നോക്കിയോളാം. നീ അവർ ഇറങ്ങുന്നുണ്ടോ എന്ന് നോക്ക്. ഫുൾ ടൈം ദ റോഡ് ബ്ലോക്ക് ഓഫ് ദ കേരള സ്റ്റേറ്റ്സ്. അച്ഛനൊന്ന് കാണാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഈ മോസിനെ ഒരു മിനിറ്റ് പോലും പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു വെക്കാൻ അച്ഛൻ എത്ര വിചാരിച്ചാലും നടക്കില്ല. പിന്നെ എന്തിനായിരുന്നു പരാതി കൊടുത്ത മനുഷ്യനെ ഇങ്ങനെ മെനക്കെടുത്തിയത്? ഏത് പരാതി? ഞാൻ ആർക്ക് കൊടുത്തു? ഉരുണ്ട് കളിക്കൊന്നും വേണ്ട. ശിശുക്കളുടെ ക്ഷേമസമിതി കൊടുത്ത ആ പരാതി. അവര് പോലീസുകാരും എന്നെ കുറെ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിച്ചിട്ട് കഷ്ടപ്പെടുത്തി. ഇയാൾ എന്തൊക്കെയായി പറയുന്നത്? പരാതി കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നത് നേരാ, പക്ഷെ ഞാനത് ആർക്ക് കൊടുത്തിട്ടില്ല. അച്ചോ, ഈ ലോഹിട്ടുണ്ട് കളവ് പറയരുത്. കളവല്ല ഞാൻ പറയുന്നത്, താനാണോ ഞാൻ? കളിയാ ഇതിന്റെ പുതിയ കളിയാ. ആ 800 തരാതിരിക്കുള്ള വേല കളിയാ. മോശേ, കുറച്ച് കൂടി പോകുന്നു. ആ കാശം കൊടുത്തേരെ. ഏത് കാശ്? എന്റെ ഈ പോക്കറ്റിൽ നിന്ന് അടിച്ചു മാറ്റി 800. ആഹാ, അത് ശരി. പോക്കറ്റിൽ നിന്ന് പോയി കാണും. അത് ഞാൻ എടുത്തെന്നുള്ളതിന് എന്ത് ഉറപ്പ്? എന്താ തെളിവ്? ആ കക്ഷി വരണുണ്ട്. കേറ്റിക്കോ. കാശ് വെക്കടാ. പോക്കറ്റ് അടിച്ചെടുത്ത് 800 രൂപ വെക്കടാ ചെറ്റേ. ഒരു പള്ളിയിലെത്തിന്റെ കാശ് കട്ടെടുത്ത നീ എത്ര വൃത്തിയിട്ട് നടന്നാറി. കട്ട് എത്ര കാലോടാണ് ജീവിക്കാൻ പോകുന്നത്? അച്ഛന്റെ ലോകം നേരത്തെ കാശ് ഫാദർ സിറിയാക്, കർത്താവേ, നന്ദന കുട്ടി എന്താ ഇവിടെ? ഞങ്ങൾ ഒരുമിച്ച ഫാദർ വന്നത്. എന്റെ ഫ്രണ്ടാണിത്, മോസ്. ഫാദറിന് മോസുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഞാനുമായിട്ടുള്ള പ്രശ്നം. എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ മതി, നമുക്ക് പരിഹരിക്കാം. അയ്യോ കുട്ടി, ഞങ്ങൾ ഇതിൽ ഒരു പ്രശ്നവുമില്ല. കാണുമ്പോ ഞങ്ങൾ ഇങ്ങനെ വെറുതെ വഴക്കുണ്ടാക്കും അല്ലേ? എപ്പോഴും വഴക്കിടും. ഞാൻ വന്നിട്ട് ഇപ്പൊ ഒരു മാസം കഴിഞ്ഞു. ഫാദറിന് വന്ന് കണ്ടോളാം. ഇപ്പൊ പോട്ടെ. വരണില്ലേ? വരണു. വെയിറ്റ് എ മിനിറ്റ് ഫോർ 5 minutes. ശരി ഫാദർ. ശരി. എന്ത് പണിയാണ് അച്ഛൻ കാണിച്ചത്? ഞാനൊരു 8000 രൂപ തരാണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ 5000 രൂപ എന്റെ ഇരുന്നേനെ, 3000 രൂപ അച്ഛൻ്റെ ഇരുന്നേനെ. ഇനി അത് കുറവായി പോയെങ്കിൽ 3000 രൂപ അച്ഛൻ്റെ ഇരുന്നേനെ, 5000 രൂപ എന്റെ ഇരുന്നേനെ. എല്ലാം നശിപ്പിച്ചില്ലേ? എന്ത് കണക്കാത്? കണക്കില് ഞാൻ കണക്കാ. പിന്നെ എങ്ങനെയുണ്ട് എന്റെ ഗേൾ ഫ്രണ്ട്? ഇത് അധികകാലം ഇല്ല മോശേ, അധികകാലം ഇല്ല. ഇതിനൊന്നും എനിക്ക് അധികകാലം വേണ്ടട്ടാ. എന്റെ വെയിറ്റ് ചെയ്യണു. പോയിട്ട് കുറച്ച് പരിപാടികളുള്ളതാ. അതാരാ ജോ പെൺകുട്ടി? സുമേഷ് വാസുദേവന്റെ പെങ്ങളാ. കർത്താവേ, അതാരാ? കർത്താവോ? അല്ല, അച്ഛൻ പറഞ്ഞാള്. സുമേഷിന്റെ അമ്മയുടെ കുറച്ച് സ്ഥലം ഓർഫനേജിനടുത്ത് കിടപ്പുണ്ടായിരുന്നു. അത് വിൽക്കുന്നോന്ന് ചോദിച്ചു ചെന്നതാ. അമ്മയുടെ സ്ഥലമല്ലേ, അത് വിൽക്കാനുള്ളതല്ല. അനിയത്തിയുടെ അനുവാദം വാങ്ങി വെറുതെ തന്നേക്കാവെന്ന് പറഞ്ഞു, തരികയും ചെയ്തു.